നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം സുകന്യ സമൃദ്ധി യോജന. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് സുകന്യ സമൃദ്ധി യോജന. പലപ്പോഴും പെൺകുട്ടികൾ ജനിക്കുമ്പോൾ പലപ്പോഴും വടക്കേ ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല അമ്മായിയമ്മമാരും മരുമകളെ കാണുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഇത് പലപ്പോഴും ഒരു സാമൂഹിക വിഷയവും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിയ വിഷയമായിരുന്നു കാലങ്ങളായി. പലപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ കല്യാണവും പലപ്പോഴും പല കുടുംബത്തിനും ഒരു കീറാമുട്ടിയായി മാറുന്നത് പല അവസരത്തിലും നമ്മൾ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് സുകന്യ സമൃദ്ധി യോജന എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പെൺകുട്ടികൾ അവരുടെ 10 വയസ്സിന് മുൻപേ അവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ്, ആ മാതാപിതാക്കളുടെ ഡോക്യുമെൻറ്റ്സും ബാങ്കുകളിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമാകാൻ സാധിക്കും. ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നിലവിൽ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സ് ആകുമ്പോൾ പലപ്പോഴും ഈ എത്ര തുകയാണോ നിക്ഷേപിച്ചിരിക്കുന്നത് ആ തുകയുടെ 50% വരെ പിൻവലിക്കുവാനും സാധിക്കും. നിലവിൽ ഇതിൻ്റെ കാലാവധി, നിക്ഷേപണ കാലാവധി എന്ന് പറയുന്നത് 14 വർഷമാണ്. പക്ഷേ പലപ്പോഴും 21 വയസ്സ് വരെയാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. ഒരു വ്യക്തി ആ കുട്ടിയുടെ ജനിച്ച സമയത്ത് തന്നെ ഒരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ, ഒരു നീണ്ട കാലഘട്ടം ഏതാണ്ട് ആ കുട്ടി ജനിച്ച സമയത്ത് തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ 21 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ വിവാഹ ആവശ്യത്തിനോ പഠന ആവശ്യത്തിനോ പലപ്പോഴും ഈ തുക വിനിയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ 10 വർഷം വരെ ഈ തുക നിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് തന്നെയായിരിക്കും. 10 വർഷത്തിന് ശേഷമായിരിക്കും ഈ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം ആ കുട്ടിയിലേക്ക് നിക്ഷിപ്തമാകുന്നു. പലപ്പോഴും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ഈ സ്കീം കേന്ദ്ര സർക്കാരിൻ്റെ വിശാലമായിട്ടുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും സുകന്യ സമൃദ്ധി യോജന ഇന്ന് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നിലവിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ പലിശയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ അതിന് ലഭിക്കുന്നത് 7.6% അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ വരും കാലങ്ങളിൽ RBIയുടെ പല നോംസും വരുമ്പോൾ ഇത് 8.1% വരെ ആകുവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സമീപ ഭാവിയിൽ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്താനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട്. നിലവിൽ ഒരു വ്യക്തി 1 ലക്ഷം രൂപ വരെ വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ കുട്ടിയുടെ 21 വയസ്സാകുമ്പോൾ 50 ലക്ഷം രൂപ വരെ ലഭിക്കുവാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ, എങ്ങനെയാണ് സുകന്യ സമൃദ്ധി യോജനയിൽ നമുക്ക് ചേരുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും സുകന്യ സമൃദ്ധി യോജന നമ്മളുടെ പോസ്റ്റ് ഓഫീസുകളിലും ദേശസാൽകൃത ബാങ്കുകളിലുമാണ് ഇതിൻ്റെ ഫോംസ് നമുക്ക് നൽകുവാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു ഏറ്റവും വലിയ വസ്തുത, നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, പലപ്പോഴും പല സ്കീമിലും ചേർന്നതിന് ശേഷം കൃത്യമായി തുക നിക്ഷേപിക്കാതെ വരുമ്പോൾ ഭീമമായ ഒരു പലിശ അല്ലെങ്കിൽ ഭീമമായ തുക അതിൻ്റെ ഫീ ആയിട്ട് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം നിശ്ചിത കാലയളവിൽ കൃത്യമായിട്ട് അടയ്ക്കാത്തത് കൊണ്ട്. പക്ഷേ ഫൈൻ ഇനത്തിൽ അടയ്ക്കേണ്ട വരുന്ന തുക എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രമായ തുകയാണ്. ഈ ചെറിയ തുക അടച്ചുകൊണ്ട് തന്നെ ഈ സ്കീമുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് നിലവിലൊരു പോസ്റ്റ് ഓഫീസിലാണ് അടച്ചിരിക്കുന്നതെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് തന്നെ ഈ തുക നമുക്ക് മാറ്റാവുന്നതാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് തന്നെ മാറ്റാവുന്നതാണ്. അതിന് വളരെ നോമിനലായിട്ടുള്ളൊരു തുക മാത്രം അടച്ചാൽ മതി. പലപ്പോഴും കണ്ടുവരുന്ന വലിയൊരു വസ്തുത, ഒരു പെൺകുട്ടിയുടെ 18 വയസ്സാകുമ്പോൾ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും കാണുന്നത് വിദ്യാഭ്യാസ ആവശ്യമാണ്. വിദ്യാഭ്യാസ ആവശ്യം വരുന്ന സമയത്ത് 18 വയസ്സാകുമ്പോൾ അടച്ചിരിക്കുന്ന തുകയുടെ 50% തുക വരെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. 21 വയസ്സായതിനു ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് തുക പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്നും ഏത് തരത്തിലാണ് നിക്ഷേപിക്കേണ്ടതെന്നും എങ്ങനെ നിക്ഷേപിച്ചാലാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നതെന്നും എന്നുള്ള വസ്തുതകൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു കുട്ടിക്ക് 21 വയസ്സാകുമ്പോഴാണ് ഈ തുക പിൻവലിക്കാൻ സാധിക്കുന്നത്. നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ നിലവിൽ എത്ര തുകയാണ് അടയ്ക്കുന്നത്, ഓരോ മാസം എത്ര തുക വെച്ച് അടയ്ക്കുന്നു, വർഷക്കണക്കിലും അടയ്ക്കാം, മാസക്കണക്കിലും അടയ്ക്കാം. ഇപ്പോൾ ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഒരു 15 വർഷമാണ് നമ്മൾ അടയ്ക്കുന്നതെന്നിരിക്കട്ടെ. ഒരു മാസം നമ്മൾ ഒരു നിശ്ചിത തുക അടയ്ക്കുന്നു. ഉദാഹരണത്തിന് ഞാനൊരു കാൽക്കുലേറ്റർ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാം. ഒരു മാസം നമ്മൾ എൻ്റെ മുന്നിൽ കാണുന്ന കാൽക്കുലേറ്റർ, ഒരു മാസം 500 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് 6000 രൂപ. അങ്ങനെ ഏതാണ്ട്
12 വർഷം അടയ്ക്കുകയാണെങ്കിൽ 15 വർഷം അടയ്ക്കുകയാണെങ്കിൽ 6000 രൂപ വെച്ച് ഏതാണ്ട് 90000 രൂപയായിരിക്കും നിങ്ങൾ അടയ്ക്കുന്നത്. ആ 90000 രൂപ നിങ്ങൾ അടയ്ക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ 15 വർഷം അടച്ചു കഴിഞ്ഞാൽ 21 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കഴിച്ചുള്ള തുക 2,50,50,000 രൂപയ്ക്ക് മുകളിലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അടച്ചിരിക്കുന്ന തുക 90000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം കിട്ടുന്ന 1,60,50,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം കിട്ടുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള ഏത് നിക്ഷേപ പദ്ധതിയിൽ ഇത് ചെയ്താലും നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഇതുപോലെ മികച്ച ഒരു പദ്ധതി വേറെ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പദ്ധതി കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഇതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും മറ്റുള്ള സാമൂഹ്യ വശങ്ങളും ചിന്തിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി പല കുടുംബങ്ങൾക്കും ഏറ്റവും വലിയ കൈത്താങ്ങാവുന്നു. നന്ദി, നമസ്കാരം.